കാറില്ലാത്തവന്റെ സങ്കടം കാറില്ലാത്തവന് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാൻ ശ്രീലക്ഷ്മി, കാറില്ലാത്ത ബൈക്ക് മാത്രമുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്നു. ഞാൻ വെച്ച് കൈയടിക്കുന്ന അടിച്ചില്ല, വിട്ടേക്കും. ഇത് തന്നെ എവിടെയും വിലയില്ല. ഈ ബൈക്കുകാർക്കുണ്ടല്ലോ ഈ നാട്ടിൽ ഒരു വിലയില്ല. സമൂഹത്തിലാണെങ്കിലും ബഹുമാനം എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ പോവുകയാണ്. ഒരു കാറിലാണ് പോകുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ കാർ ചെന്ന് നിർത്തുമ്പം അയാളിങ്ങനെ വരും. നിങ്ങൾ പതുക്കെ മറ്റേ വിൻഡോ താഴ്ത്തുമ്പോൾ അയാളിങ്ങനെ വന്ന് കുറച്ച് AC കൊള്ളും. അത് കഴിഞ്ഞിട്ട് ചേട്ടാ എത്ര രൂപയ്ക്ക്? 200 രൂപ എന്ന് പറഞ്ഞാൽ പോലും തന്നെ പോയി ഇതൊക്കെ തുറന്ന് അടിച്ചു തരും. 1500 രൂപയുടെ പെട്രോൾ അടിക്കുന്ന ആ ഒരു ആഠ്യത്വത്തോടെയാണ് പുള്ളിക്കാരൻ അടിക്കുന്നത്. ഒരു 1500 കിലോ സ്നേഹവും കൂടി അങ്ങ് തരും നിങ്ങൾക്ക്. പക്ഷെ ഇതേ സാഹചര്യത്തിൽ നിങ്ങളൊരു ബൈക്ക് കൊണ്ട് പോയി നോക്ക്. നിങ്ങൾ ബൈക്ക് അവിടെ കൊണ്ട് നിർത്തി, ചേട്ടാ ചേട്ടാ ഇങ്ങനെ വിളിക്കാതെ അവിടെ ഇരിക്കുന്ന ആൾ എണീറ്റ് ഇവിടം വരെ വരില്ല. പിന്നെ ഇനി വന്നാൽ തന്നെ എത്ര രൂപയാ? നമ്മൾ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞാലും പുള്ളിക്കാരൻ 200 രൂപയുടെ പെട്രോൾ അടിക്കുന്ന ലാഘവത്തിൽ പുള്ളിക്കാരൻ്റെ വീട്ടിലെ വീട്ടു സ്വത്തിൽ നിന്ന് എടുത്ത് തരുന്ന പോലെയാണ് പുള്ളിക്കാരൻ ആ പെട്രോൾ തരുന്നത്. ഇത് കഴിഞ്ഞാൽ തന്നെ തിരിച്ചു വെക്കും. അടയ്ക്കേണ്ട ജോലിയൊക്കെ നമ്മുടെ തന്നെയാണ്. ഇതേപോലെ നിങ്ങൾ ഒരു ഹോട്ടലിൽ പോക്കോട്ടെ, കാറ് വന്ന് നിർത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് പറഞ്ഞു തരും, ചേട്ടാ അങ്ങോട്ട് നീക്കിയിടൂ, ഓ സൈഡ് മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു തരും. നല്ല അസലായിട്ട് നമ്മൾ എന്തോരം നന്നായിട്ട് സെർവ് ചെയ്യുന്നറിയോ. വാലേ പാർക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കുക, കമോ ഞാൻ ഇപ്പൊ കൊണ്ട് പാർക്ക് ചെയ്ത് തരുന്നു. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഒരു സൊല്യൂട്ടൊക്കെ തരും പുള്ളിക്കാരൻ. ഇതേ സമയത്ത് നിങ്ങളൊരു ബൈക്ക് കൊണ്ട് പോയി നോക്കൂ, അവിടെ അവിടെ പുറത്ത് അപ്പുറത്ത്. ഇതാണ് ആ ഒരു ഭാവം അവരുടെ, നിങ്ങൾ ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാലുള്ള. അപ്പോ ഈ പാർക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഓർമ്മ വന്നത്, മറന്നുപോയി. പക്ഷെ ഇപ്പൊ ഓർമ്മ വന്നു. എന്തായാലും ഞങ്ങളുടെ ഫ്ലാറ്റ് വാങ്ങിച്ച സമയത്ത് ഞങ്ങളുടെ പത്രാസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു കാർ ഉണ്ടെന്നുള്ള വിചാരത്തിലാണോ എന്നറിയില്ല, ഞങ്ങൾക്കൊരു പാർക്കിംഗ് അവർ ഫ്രീ ആയിട്ട് തന്നു. ഞങ്ങളുടെ പാർക്കിംഗ് കാലിയായിരുന്നു, ഞങ്ങളുടെ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ച് ആൾക്കാർ 2 സ്കൂട്ടർ വെക്കാൻ തുടങ്ങി, പിന്നെ ബൈക്ക് വെക്കാൻ തുടങ്ങി. സോഷ്യൽ സർവീസ് പണ്ടേ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ രണ്ടാമതൊരു കാറ് വാങ്ങിച്ചപ്പം പുള്ളിക്കാരൻ ആ കാറ് ഞങ്ങളുടെ പാർക്കിംഗ് ഇടാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും അങ്കിളും നല്ല ഫ്രണ്ട്സ് ആയതിന് ഇതിന് ഇട്ടതാണ്. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ചേട്ടാ ഞാൻ പാർക്കിങ്ങിൽ ഇട്ടോട്ടെ, ഞങ്ങൾക്ക് ബൈക്ക് ഇറക്കണമെങ്കിൽ അങ്കിള് മാറ്റി തരുമൊക്കെ ചെയ്യും. പതുക്കെ ഔദാര്യം അധികാരത്തിലേക്ക് മാറുന്നത് കാണാൻ തുടങ്ങി. അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങളിങ്ങനെ ബൈക്കൊക്കെ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ പുള്ളിക്കാരൻ കംപ്ലൈന്റ് പറയും, എൻ്റെ കാറിന്റെ 20 സെന്റിമീറ്റർ റേഡിയസിനകത്ത് നിങ്ങളുടെ ബൈക്ക് കിടക്കുന്നു. എന്തുകൊണ്ട്? ഞങ്ങളുടെ പാർക്കിംഗ് ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടിടും ഞങ്ങളുടെ വണ്ടി? അതിനേലും രസം, ഒരു ദിവസം ഇങ്ങനെ കാർ കൊണ്ടിട്ട് ഞങ്ങളുടെ ബൈക്കിന് വിലങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് എടുക്കാൻ വഴിയില്ല. എൻ്റെ അച്ഛൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ കാർ ഒന്ന് മാറ്റി തരണം, ബൈക്ക് എടുക്കേണ്ടതാണെന്ന്. ചേട്ടൻ എവിടുന്ന്? ഞാൻ ദുബായിലാ, ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. പെട്ടുപോയില്ലേ ഞങ്ങള്. ഒരാഴ്ചത്തേക്ക് ട്രെയിനിലോ ഓട്ടോയിലോ ടാക്സിയിലോ ഒന്നും പോയില്ല. വീട്ടിൽ കുത്തിയിരുന്ന ഒരാഴ്ച ഞങ്ങൾ പുറത്തേ ഇറങ്ങിയില്ല. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവിടെ അങ്കിളും അച്ഛനും തമ്മിൽ ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അമ്മയും ആൻറ്റിയും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ കാറില്ലാത്തതുകൊണ്ട് സമൂഹത്തിലൊരു വിലയില്ലെന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരി എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, അമ്പലത്തിൽ പോയപ്പം അമ്മ ഈ ആൻറ്റിയെ കണ്ടു. അപ്പം ആൻറ്റി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്ന്. അകത്ത് ചെന്ന് തിരുമേനിയോട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരി പ്രാർത്ഥിച്ചത് ഞങ്ങൾ കാർ ഒരിക്കലും വാങ്ങിക്കരുതെന്നായിരുന്നു. കാരണം ഞങ്ങൾ കാർ വാങ്ങിച്ച അവരുടെ പാർക്കിംഗ് പോവേ, കോസിനത്ര കാലം എന്ന് വെച്ച് കിടക്കുമല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബൈക്കുള്ളത് വളരെ മോശം കാര്യമാണെന്നും. ഒരിക്കലുമല്ല. ഒരിക്കലുണ്ടല്ലോ, ഞാനും എൻ്റെ അച്ഛനോട് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കറങ്ങാനാണോ അതോ ഫംഗ്ഷന് പോയതാ, കാർ പൂളിങ് ചെയ്താണ് പോയത്. കാറുകൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛനും പറഞ്ഞു, ശരി ഞങ്ങൾ എന്നാൽ ബൈക്കിന് വന്നേക്കാം. ഞങ്ങളിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണെത്താ ദൂരത്തൊന്നും കാറില്ല, കാർ അങ്ങ് പോയി. ഞാനും അച്ഛനോട് കുറച്ച് പോയി കഴിഞ്ഞപ്പം ആണ്ടെ എടപ്പള്ളിയിൽ ഒരു 1.5 കിലോമീറ്റർ ബ്ലോക്ക്. ഞങ്ങളിങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് ആ കാറ് കണ്ടു. ജസ്റ്റ് പതുക്കെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി, വൈസറൊക്കെ ഇങ്ങനെ പൊക്കി, കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് മൊബൈലിൽ ധൂമച്ചാല മ്യൂസിക് ഒക്കെ ഇട്ട്, എന്നിട്ട് അച്ഛൻ, അതല്ലേലും കൊച്ചിയിലെ ചൂടിന് ബൈക്ക് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂട് കളിച്ച് അങ്ങ് മുമ്പിലെത്തി. അവരിപ്പോഴും പുറകെ തന്നെ എവിടെയൊക്കെയോ ഉണ്ട്. ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു മെയിൻ സാധനമാണ് ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഇടാതെ ആരും ഓടിക്കരുത് കേട്ടോ, അടിയിൽ എഴുതി വരുമില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛന് ഹെൽമെറ്റ് ഇടാൻ ഒരാഗ്രഹവും ഇല്ല, ആഗ്രഹമോ ഇഷ്ടമോ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പുള്ളിക്കാരൻ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് തലയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഉണ്ടാവും. കയ്യിലിടും, കണ്ണാടിയിലിടും, മറ്റേ
സ്കൂട്ടറിന്റെ സീറ്റിന്റെ അടിയിൽ വെക്കും, വേണമെങ്കിൽ ഒരു കവറിനകത്താക്കി ഹാൻഡിലെ വരെ തൂക്കിയിടും, തലേ വെക്കത്തില്ല. ഒരു ദിവസം ഇതേപോലെ അച്ഛൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് മറ്റേ ഹെൽമെറ്റ് കണ്ണാടിയിലായിരുന്നേ, പോലീസ് പിടിച്ചു നിർത്തി. എന്താ, എങ്ങോട്ടാ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത്? അപ്പൊ അച്ഛൻ, അത് സാറേ, എൻ്റെ അച്ഛൻ്റെ റോക്കറ്റ് സയൻസ് ബുദ്ധിയിൽ നിന്നുണ്ടായ ആൻസറാണേ. സാറേ, നമ്മളിങ്ങനെ പോകുമ്പം പെട്ടെന്നൊരു ആക്സിഡന്റ്, ആ മിനിറ്റിൽ ഞാൻ ആ ഹെൽമെറ്റ് ഇങ്ങനെ എടുത്ത് എൻ്റെ തലയിലോട്ട് അങ്ങ് വെക്കുന്നു, ഞാൻ രക്ഷപ്പെടുന്നു. പോലീസിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ പകർപ്പ്, വാവ്, നൈസ് ഐഡിയ. നമ്മളിങ്ങനെ പോകുന്നു, സ്പീഡിൽ പെട്ടെന്ന് മറിയുന്നു, പതുക്കെ ഹെൽമെറ്റ് എടുത്ത്, എടാ നീ വല്ല അവാർഡ് പടത്തിന് കഥ എഴുതാൻ പോക്കൂടെടാ ഈ ബൈക്ക് വഴിയൊക്കെ നിർത്തിയിട്ടെന്ന്. കല്യാണം കഴിഞ്ഞപ്പം ഈ ഹെൽമെറ്റിന്റെ ഡ്യൂട്ടി അമ്മയ്ക്കായി. അതായത് ഇവരുടെ പ്ലാനാണ്, പോകുന്നു, പോലീസിനെ കാണുന്നു, സിഗ്നൽ കൊടുക്കുന്നു, അമ്മ വേഗം ഹെൽമെറ്റ് എടുത്ത് വെക്കുന്നു. ഇതാണ് പ്ലാൻ, മാസ്റ്റർ പ്ലാൻ ആണിത്. അപ്പൊ ഒരു ദിവസം ഇതേപോലെ പോയി അച്ഛൻ ഇങ്ങനെ പോകുന്നു, പോലീസിനെ കണ്ടു, സിഗ്നൽ കൊടുത്തു, അമ്മ ഹെൽമെറ്റ് എടുത്ത് വെച്ചു. അന്ധത, തിരിഞ്ഞുപോയി ഹെൽമെറ്റ്. നേരെ വണ്ടി ചെന്ന് കയറ്റിയത് പോലീസ് വണ്ടിയിലോട്ട്. പെറ്റി ഏതാണ്ട് 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ വണ്ടി ചെലവ്, അതായത് ആ പോലീസ് വണ്ടിക്ക് ഒരു 10-20,000 രൂപയുടെ ചെലവ് എന്തായാലും വന്നിട്ടുണ്ട് വണ്ടി ഇടിച്ച് കയറ്റിയതിന്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം, ഇട്ടാലും അതിലും പ്രശ്നം. ഇപ്പോ ദേ ഇരിക്കുന്ന 2 സുന്ദരമായ ചേച്ചിമാര്, ഇത്രയും ചേച്ചിമാർ ഇവിടെ ഇരിക്കുന്നു, എല്ലാം മാച്ചിങ് അല്ലേ ഇട്ടുകൊണ്ട് വന്നേക്കുന്നേ. എൻ്റെ അമ്മയ്ക്കും ഇതേ അസുഖമുണ്ട്, മാച്ചിങ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഏത് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാലും സെയിം കളറിലൊരു ഹെൽമെറ്റ്, അത് നിർബന്ധമാണ്. ഞങ്ങളുടെ ഒരു അലമാരി ഫുൾ ഹെൽമെറ്റ് മാത്രമുണ്ട്. ഇതേ ഹെൽമെറ്റ് ഞാൻ വെച്ചാലോ? നിങ്ങളുടെയൊക്കെ എന്ത് രസമായിട്ടാണ് മുടിയിരിക്കുന്നത്. ഞാൻ ആ ഹെൽമെറ്റ് വെച്ച് എവിടെയെങ്കിലും പോയാൽ ഹെൽമെറ്റിങ് അഴിച്ചാലുണ്ടല്ലോ, പശു നക്കിയതുപോലെ ഇരിക്കുവാ മുടി, വല്ലാത്തിനും കൊള്ളുവോ. ഇതിന് വേറെയും പ്രശ്നമുണ്ട്. കാരണം അമ്മയും അച്ഛനും തമ്മി ഇച്ചിരി ഞാനില്ലാതെ, അതായത് അവർക്ക് സീക്രട്ട് പറയുന്ന ബൈക്കിൽ വെച്ചാണ്. അപ്പം ഇവർ സീക്രട്ടൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അമ്മ ചോദിക്കും, ചേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം കേട്ടാന്ന്? അപ്പൊ അച്ഛൻ, എന്ത് പറഞ്ഞു നീ? നമ്മൾ ഇന്നലെ എടപ്പള്ളിക്ക് പോയ വഴിക്ക് പറഞ്ഞില്ലേ ആ കാര്യം? അച്ഛൻ, ഞാനൊന്നും കേട്ടില്ല. കാരണം എന്താ, ബൈക്കിൽ ഇങ്ങനെ പോവാ, കട്ടി ഹെൽമെറ്റ്, ഭയങ്കര ട്രാഫിക്, സൈഡിൽ ഇരിക്കുന്നവന്റെ ഹോണിന്റെ മോഡുലേഷൻ അനുസരിച്ച് അവൻ എന്ത് തെറിയാ പറയുന്നതെന്ന് അച്ഛൻ ഡീകോഡ് ചെയ്യാൻ പോകണോ? അതോ അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ഗോസിപ്പ് പറയുന്ന കേൾക്കാൻ പോകണോ? എന്താണ് എൻ്റെ അച്ഛൻ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. പാട്ട് പൊക്കോട്ടെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ ഹെൽമെറ്റ് വെക്കുന്നതിൻ്റെ വെക്കാത്തതിൻ്റെ. അപ്പം ഞാൻ വീട്ടുകാരോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നമുക്കൊരു കാർ വാങ്ങിക്കാം, പ്ലീസ് വാങ്ങിക്കാം. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും ഓരോ എക്സ്ക്യൂസും കൊണ്ട് വരും. അതായത് ചിലവാണത്ര, വണ്ടി വാങ്ങിക്കുന്നതിൻ്റെ ചിലവ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, സർവീസ്, പെട്രോൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇവർ ഇത്ര ചിലവിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടായി? ഈ നാട്ടുനടപ്പനുസരിച്ച് ഒരു പെൺകുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നതാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ചെലവ്. കൊച്ചിനെ പഠിപ്പിക്കണം, അതിനെ കല്യാണം കഴിപ്പിച്ച് വിടണം, സ്ത്രീധനം കൊടുക്കണം, അതിന്റെ ലേബർ റൂമിൽ കൊണ്ട് കിടത്തണം, അതിന്റെ കൊച്ചിനെ നോക്കണം. ഇത്രയും ചെലവുകളുണ്ടല്ലോ ഒരു പെൺകുട്ടിക്ക്. കുറച്ചുകൂടെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മയും അച്ഛനും രണ്ടാമതൊരെണ്ണത്തിന് ശ്രമിക്കാത്തതെന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ വലിയ സത്യം മനസ്സിലായത്. ഇവർ രണ്ടാമത്തെ കുട്ടിക്ക് ശ്രമിക്കാത്തത് ചെലവുകൊണ്ടല്ല, നാലാമതൊരാളെ താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ ബൈക്കിനുണ്ടായിരുന്നില്ല, വെച്ചോടിക്കാൻ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നിങ്ങനെ പ്രത്യേകിച്ച് ആലോചിച്ചൊന്നുമില്ല. എനിക്ക് അറിയാമായിരുന്നു എവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയേക്കുന്നത് വീട്, സ്ഥലം, പറമ്പ്. ചിലവർക്കാണെങ്കിൽ അമ്മ കല്യാണത്തിനുടുത്ത സാരി, കമ്മല്, മാല, ഇതൊക്കെയല്ലേ. എനിക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെ കിട്ടിയത്, എൻ്റെ അച്ഛന് പ്രായപൂർത്തിയായപ്പോൾ വാങ്ങിച്ച ബൈക്കും എൻ്റെ മുത്തശ്ശൻ അച്ഛന് സ്വത്തായിട്ട് കൊടുത്ത ഈ ഹെൽമെറ്റും. ഇനി നാളെ മുതൽ തുടങ്ങുന്നു എൻ്റെ 2 വീലർ ജീവിതം. Once upon a time, once